ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ പേൽക്കത്ര പോയിട്ടോ. ഒരു പാർക്ക് പോയി. ആദ്യം ഒരു പാർക്കിൽ പോയി. അവിടെ ഞങ്ങൾ പോയതുകൊണ്ട് അവിടുന്ന് തിരിച്ച് വേറെ ഒരു പാർക്കിൽ പോയിട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത പാർക്കായിരുന്നു. കുറച്ച് വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ താറാവ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളിയാഴ്ചത്തെ ലീവ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയുന്നത്? അപ്പോൾ വീഡിയോ എല്ലാം ഇങ്ങനെ ഇടൽ കുറവാണ്. ആരും എന്നെ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊരു 5:30-6 മണിയായിന്. അപ്പോൾ അത് വെറുതെ ആയിപ്പോയി. ഞങ്ങൾ വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ എത്തുമ്പോഴത്തേന് നല്ല വഴുകിപ്പോയി, ഇരുടായിപ്പോയി. അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും കറക്റ്റ് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്ത്. അപ്പോൾ കുറച്ച് നേരത്തെ പോകേണ്ടിയിരുന്നു. പക്ഷേ നേരത്തെ പോകാൻ എന്താണെന്ന് വെച്ചാൽ നല്ല പിടുത്തം വിട്ട ചൂടാണ്. പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല നേരത്ത് പോകും. അത്രയും ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് ഓടി പോകാതിരിക്കുകയാണ് നല്ലത്. ഞങ്ങൾ ഇന്നലെ ആ സമയമായിട്ട് തന്നെ എല്ലാവരും വേർത്ത് തളർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചൂടുകൊണ്ട്. അത്രയും ചൂടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ട്രാഫിക്കെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ നമ്മൾ പൊതുവേ എവിടെയും പോകാറില്ല ചൂടായതുകൊണ്ട്. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലും പോയില്ലെങ്കിലും നമ്മൾ എന്തായി തീരും, ഇടയ്ക്കെല്ലാം പുറത്തിറങ്ങണ്ടേ, പാർക്കിലെല്ലാം പോകണ്ടേ. അപ്പോൾ ഇതെല്ലാം വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാം എടുക്കാൻ തന്നെ നമുക്ക് കിച്ചണിലെ കാര്യമാണെങ്കിലും എവിടെയാണെങ്കിലും ഭയങ്കര ചൂടായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇതില്ലാത്തത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉള്ള വീഡിയോ എല്ലാം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ലൈവിലും വരുത്തില്ല. ലൈവിൽ രാത്രി 8 മണി 8:30 എല്ലാം ആവും. അപ്പോൾ പിന്നെ മടിയായി പോകും. നാട്ടിൽ ഒരുപാട് സമയമാവൂലേ. അപ്പം പിന്നെ അതാണ് ലൈവിലൊന്നും വരാത്തത്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ വരും. എല്ലാവരും ലൈവിൽ വന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ പഴയ വീഡിയോയിലൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൽ പോകാറുണ്ട്. പക്ഷേ ഏതാ പാർക്ക് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ടാക്സിക്കാരോട് പറഞ്ഞു കൊടുക്കാനും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പോയ പാർക്കിൽ തന്നെ ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അവിടെ പോയാലേ അറിയുള്ളൂ ഇവിടെ വന്നീനെന്ന്. ഇതാണ് വിഷയം. അപ്പം പിന്നെ വീണ്ടും ഞങ്ങൾ റിട്ടേൺ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ എവിടെ പോയി ഏത് പോയി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എത്തിയാലേ അറിയുള്ളൂ, അല്ലാതെ അറിയില്ല. ടാക്സിക്കാരൻ ചോദിക്കും സ്ഥലം എവിടെയാണെന്ന്. അത് നമുക്ക് പറയാനറിയില്ല കേട്ടോ. അതാണ് വിഷയം. കണ്ട മനസ്സിലാവും ഇത് ഇന്ന പാർക്കാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നീനെന്നറിയും. ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ അറിയില്ല. അതാ അപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു വേറെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിട്ട് വേറെ പോയിട്ടോ. ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ നല്ല ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോയപ്പോഴത്തേന് രാത്രി ഇരുടായിട്ടോ. ഇതും നല്ല പാർക്ക് തന്നെയാണ്, കുഴപ്പമില്ലാത്ത. പക്ഷെ ഇവിടെ ഞങ്ങൾ 2-3 വട്ടം വന്നുകൊണ്ടാണ് റിട്ടേൺ തിരിച്ചു പോകുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്തും എല്ലാം പോകും. അല്ലെങ്കിൽ റൂമിൽ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടി കൂടലാണ്. ഇങ്ങനെയൊക്കെ അതെല്ലാം പറഞ്ഞ് ദിവസം പോകും. ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. അത്രയും ചൂടാണ് കേട്ടോ. ഇപ്പം മക്കൾക്കാണെങ്കിലും എല്ലാം കളിക്കാനെല്ലാം ഇപ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഈ ചൂടത്ത്. ഞങ്ങളിവിടെ കുറച്ച് നേരം നിർത്തിയപ്പോഴാണ് പറഞ്ഞത് എല്ലാവരും, ഞാനും ഷീജെല്ലാം വന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെ
കുറച്ച് നിന്ന് വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും മറ്റേ എന്താ പറയുക, പോകാത്തൊരു സ്ഥലമാകുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും പോയി വീഡിയോ എടുക്കാനാണെങ്കിലും ഫോട്ടോ എടുക്കാനും അവിടെ പോയി ഇരിക്കാനല്ല. ഈ വന്ന സ്ഥലത്ത് തന്നെ ആകുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ വിട്ടു. പിന്നെ ആ റെക്കോർഡ് കൊടുക്കുമ്പോൾ ഇവിടെ ചേച്ചി ഉറങ്ങുന്നുണ്ട് കേട്ടോ. നല്ല കൂർക്കം വലിൻ്റെ സൗണ്ട് ഉണ്ടാവും ചേച്ചി. അപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ, തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുറേ ചില ആൾക്കാരെല്ലാം കമൻ്റ് ഇടുന്നുണ്ട്, ലൈവിൽ വന്ന് നാണില്ലേ, പിന്നെ ലൈവിൽ വന്നിരിക്കാൻ മരിച്ചു പോകണ്ടേ, അള്ളാനെ പേടിയില്ലേന്. അത്യാവശ്യം എല്ലാവർക്കും ദൈവത്തിനെ പേടിയുണ്ടാവും. ദൈവത്തിനെ പേടിയില്ലാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേറെ പണിയില്ലേന്ന് വെച്ചാൽ വേറെ നല്ല പണിയുണ്ട്. അപ്പോൾ ഈ വേർഡ് കമൻ്റ് ഇട്ടിട്ട് വെറുതെ നമ്മളെ ഇതാക്കാൻ നിൽക്കല്ലേ ആരും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണാതിരിക്കുക, ഇഷ്ടമുള്ളവർ കണ്ടു പോട്ടെ കേട്ടോ. ജോലിയെല്ലാം ഉണ്ട് കേട്ടോ, വെറുതെ ഇരിക്കുന്ന ഒരാളല്ല കേട്ടോ. പിന്നെ അള്ളാനെ പേടിയുണ്ടോയെന്ന്, അത്യാവശ്യം എല്ലാവരും പേടിയുണ്ട്, അള്ളാനെ എല്ലാവരും പേടിയുണ്ട്. പിന്നെ പണിയില്ല എന്ന് ചോദിച്ചാൽ നബീസാനോട് പറയുന്ന പണി ഉണ്ടെങ്കിൽ തായോട്ടോ. ഖത്തറിൽ ഇപ്പോൾ സ്കൂളെല്ലാം പൂട്ടിയിട്ട് പണി കുറവാണ്, എന്നാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. സ്കൂളെല്ലാം പൂട്ടി ഫാമിലിയെല്ലാം നാട്ടിൽ പോയതുകൊണ്ടേ അപ്പോൾ പണി നല്ല ഉണ്ട്. അപ്പോൾ ഈ നമ്മളെ വീട് കമൻ്റ് ഇട്ട ഇത് നമ്മളൊരു കുറച്ച് നേരം നമ്മളിപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, വീഡിയോയിൽ വന്ന് ലൈവിൽ വന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്നും ആവുമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ മുഖം മൂടിയിട്ടൊന്നല്ല ജോലിക്ക് പോകുന്നത്, നമ്മളിവിടെ എല്ലായിടത്തും പോയി ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ മുഖം മൂടിയിട്ടോ അല്ല കണ്ണ് മാത്രം കാണിച്ചിട്ടൊന്നല്ല കേട്ടോ ജോലിക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളിതാ അങ്ങനെ പോയി. ഞങ്ങളിതാ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇതെല്ലാം കാണാൻ. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 3 മണിക്കെല്ലാം ഇറങ്ങണമെന്ന്. പക്ഷേ ഈ ചൂട് സമയത്ത് നമുക്കാവില്ല കേട്ടോ. ഇപ്പോൾ തണുപ്പല്ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പോകാം, കുഴപ്പമില്ല, ഏത് സമയത്താണെങ്കിലും പോകാം. ഇതെല്ലാം ഇപ്പോൾ നല്ല പിടുത്തം വിട്ട ചൂടാണ്. അതുകൊണ്ട് എന്താക്കും, നമുക്ക് കൂടുതൽ 2 മണിക്കോ 3 മണിക്കോ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ, തളർന്ന് പോകും. അതാണ് വിഷയം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ ലൈവിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ലൈവും കുറേ ആയിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വരും. എല്ലാവരും ലൈവിൽ വരണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു മാസം നാട്ടിലെല്ലാം ഫുള്ള് സെറ്റപ്പാക്കി ഓലെല്ലാം നമ്മൾ സെറ്റപ്പാക്കി കാശെല്ലാം ഉറച്ച് ഇതാക്കി ഇങ്ങനെ അപ്പോൾ എല്ലാം നാട്ടിൽ ഓക്കെ ആയല്ലോ എന്നുള്ള സമാധാനത്തിലെല്ലാം ഇങ്ങനെ എല്ലാം ഒരു പാർക്കിൽ പോയി ഇരിക്കലും ഇന്ന് ഒരു വട്ടം ഒരു ഫുഡ് കഴിക്കാൻ പോക്കും, അതെല്ലാം ഒരു സമാധാനമാണ് കേട്ടോ. ആ ഒരു സമാധാനം തന്നെയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 1.5 മാസം കഴിഞ്ഞു. ജൂൺ 17 വന്നതല്ലേ. ഇവിടെ കാണാൻ നല്ല രസമല്ലേ, ഇതെങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക, നല്ല രസമുണ്ട്. ഇപ്പോൾ വണ്ടി കയറ്റിയാൽ നമ്മളെ ശ്രീജ മോളെ വിളിച്ചും കൊണ്ട് വെക്കും കേട്ടോ.
ഇപ്പോൾ സൂര്യമോള് ഓൺലൈനിലുണ്ട്, അല്ല ഇതിലുണ്ട്. ഓള് വീഡിയോ കോൾ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പൂന്നിങ്ങനെ എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കും ബോറടിക്കരുത്, ഫുള്ള് കാണാൻ നോക്കുക. നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടാലേ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അപ്പോൾ പ്ലീസ് എല്ലാ വീഡിയോയും ടൈം ഉണ്ടാകുമ്പോൾ കാണുക. അതേപോലെ നിങ്ങളെ എല്ലാവർക്കും ഒന്ന് എന്താ പറയുക, വീഡിയോൻ്റെ ലിങ്കെല്ലാം ഒന്ന് അയച്ചെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയും, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഖത്തറിൽ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇരുടായിട്ടില്ല. അപ്പോൾ ഷീജ ഏതോ ഭാഗത്തു കൂടെ പോയി, ഞാനും ചേച്ചി ഒരു ഭാഗത്തു കൂടെ പോയി കേട്ടോ. കുഴപ്പമില്ല, ആൾ കുറവായിരുന്നു. ആൾ കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ആരും വരില്ല കേട്ടോ, ആരും വരില്ല ഈ ചൂട് സമയത്ത്. നല്ല വെള്ളച്ചാട്ടമെല്ലാം ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു പാർക്കായിരുന്നു. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ളതെല്ലാം ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു കാശ് കൊടുത്താലേ കയറ്റുള്ളൂ തോന്നുന്നു, അറിയില്ല കേട്ടോ, ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. പക്ഷേ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെ വിശേഷങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക, അറിയിക്കുക, വീഡിയോ കാണുക. എനിക്ക് തോന്നുന്നു പിന്നെ ഈ കുട്ടികളെ ഈ ഇതുണ്ടായിരുന്നു ചെറിയ മറ്റേ താറാവിൻ്റെ ഇതെല്ലാം വെച്ച് പോയിട്ട് അതൊന്നും സർവീസ് ഇല്ല കേട്ടോ, എന്താണെന്നറിയില്ല. ഇനി ചൂടുകൊണ്ടാണോ എന്താ അറിയില്ല, എല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് കയറാനെല്ലാം കേട്ടോ. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. പിന്നെ താറാവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷങ്ങൾ. കണ്ട ഇതെല്ലാം സർവീസ് ഇല്ല, എനിക്കൊന്നും ആൾ കുറഞ്ഞുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ആടുണ്ടെങ്കിൽ നല്ല രസമാണ്. ആൾ കുറവായിരുന്നു, പറ്റ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, രാത്രി ആയിന്. അപ്പോൾ എനിക്ക് തോന്നി ചൂടെല്ലാം കുറയുന്നുണ്ട് എന്നിട്ട്. പിന്നെ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നടക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഏക്കർ കണക്ക് സ്ഥലമുണ്ട്, നടക്കുന്നവർക്ക് ഓക്കെ. ഇപ്പോൾ ഇടയ്ക്കെല്ലാം ഇങ്ങനെ പാർക്കിൽ പോവുക, അവിടെ ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം ഇടയ്ക്കെല്ലാം നല്ലതല്ലേ. ചേച്ചി അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞാനിതവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ആളില്ലായിട്ടാണോ എന്താ ഒരു പിടുത്തവും ഇല്ല കേട്ടോ. വെള്ളച്ചാട്ടം തന്നെ കൂടുതലുള്ളൂ, എല്ലായിടത്തും ഇങ്ങനെ വെള്ളച്ചാട്ടമുണ്ട്. അവിടെ ഇവിടെ നടുക്കിയെല്ലായിട്ട് നല്ല LED കൊടുത്ത് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കെല്ലാം തോന്നുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാവും. വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റൂല, പക്ഷെ ഇങ്ങനെ കണ്ടിരിക്കാനും ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല രസമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. പക്ഷേ
കുറച്ച് നേരത്തെ വരണ്ടിയിരുന്നു കേട്ടോ. നേരത്തെ വന്നാൽ നല്ല കളർഫുള്ളായിട്ട് ഫോട്ടോ എല്ലാം എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വന്നില്ലേ, നടക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നടന്ന്. ഇപ്പോൾ ഈ പാർക്കിൽ ഇതന്നെ ഉള്ളൂ. പിന്നെ താറാവെല്ലാം ഉണ്ട് കേട്ടോ, ഒരുപാട് താറാവുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷങ്ങൾ. ചേച്ചി റെക്കോർഡ് കൊടുക്കുന്നത് എന്താ കൂർക്കം വലി. അപ്പോൾ ചേച്ചി നല്ല ഉറക്കമാണ് കേട്ടോ, ഭയങ്കര കൂർക്കം വലിയാണ്. ഞാൻ റെക്കോർഡ് കൊടുക്കണം, സൗണ്ട് എടുക്കല്ലേ. ഇതെല്ലാം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് അറിയിക്കണം കേട്ടോ. ഇവിടെ പോയോലുണ്ടെങ്കിൽ നമ്മളെ ഖത്തറിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. കണ്ട താറാവെല്ലാം പാവും, നല്ല വിശ്രമത്തിലാണ്. എല്ലാവരും ഒരേ ഭാഗത്തുനിന്ന് വീഡിയോ എടുക്കുക കേട്ടോ. നല്ല LED എല്ലാം കൊടുത്ത് അതെല്ലാം സൂപ്പറായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കൽ തന്നെ പരിപാടി. അപ്പോൾ ഇതിന് ഇതാ ഇരുടായി. അപ്പം ഇങ്ങനെ പിന്നെയും വീഡിയോ എടുക്കുക. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണാൻ ഒരുപാട് സമയമുണ്ട് പറഞ്ഞിട്ട് കാണാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ഫുള്ള് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന ഖത്തറിലുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏത് പാർക്കാന്നൊന്ന് പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുക തന്നെയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, പക്ഷെ കാറ്റ് ചൂട് കാറ്റാണ് വരുന്നത്, അല്ലാതെ തണുത്ത കാറ്റല്ല കേട്ടോ. താറാവ് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഒരു താറാവിനെ വളർത്തുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അവരെ കാണാൻ. ഇപ്പോൾ താറാവെല്ലാം നല്ല വൃത്തിയുള്ള താറാവായിരുന്നു കേട്ടോ. ഓലെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുക. ചിലപ്പോൾ ഓലിങ്ങനെ പറയുമായിരിക്കും, ഇന്നത്തെ കളി മതി, ഇന്ന് വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇങ്ങനെ കഥ പറയുമായിരിക്കും. നമ്മളെപ്പോലെ എങ്ങനെ എല്ലാവരും എന്താക്കുന്നുണ്ട്, താറാവാടും ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ ഇരുന്ന് കേട്ടോ, നല്ലൊരു പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതെല്ലാം ഉള്ള വീഡിയോ. അപ്പോൾ കുട്ടികളായിട്ട് ഫാമിലിനോട് പറയണത് ഇത് ഇവിടെ വന്നില്ലെങ്കിൽ പേൾക്കത്രാണ് ഒന്ന് വന്നോളൂ കേട്ടോ. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. മക്കൾക്ക് കളിക്കാനുള്ളത് കൊണ്ട് വേറൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മളെ മേത്ത് പോകുന്നൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഉണ്ടെന്ന്. ഫുള്ള് മറച്ചിരിക്കുകയാണ് ഉള്ളിൽ. പ്ലെയിനിങ് താന്ന് പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോയിട്ടോ. അപ്പോൾ എല്ലാവരും വേർത്ത് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കെല്ലാം വെള്ളത്തിന് ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താറാവുണ്ടോ,
താറാവിൻ്റെ കൂട് തുറന്നു കൊടുത്തിട്ടില്ലോ, അതാ ടെൻഷനിലിരിക്കുന്നു പാവം താറാവ്. അപ്പം ഇതെല്ലാമാണ് വിശേഷങ്ങൾ. നല്ല രസമല്ലേ കാണാൻ? എന്തായാലും നല്ല മരങ്ങളും വെള്ളപ്പൂവും അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ലൈറ്റ് കുറവാണ് കേട്ടോ, ഇരുടായില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളായേനെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചിക്കൊന്നും ദാഹിച്ചിട്ട് ഒട്ടും വയ്യ, നമ്മൾ വെള്ളം എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വക്കുവടെല്ലാം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം അവിടെ ഇരുന്ന് കഴിച്ച്. ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ദാഹമല്ലായി. വെള്ളം കൊണ്ടുവരാൻ മറന്നുപോയി. പിന്നെന്താക്കി വേഗം തിരിച്ച് പോന്നു കേട്ടോ റൂമിലോട്ട്. അങ്ങനെ റൂമിലെല്ലാം വേഗം പോയി. അവിടെ നല്ല മജ്ബൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അറബി വീട്ടിൽ നിന്ന്, അതെല്ലാം കഴിച്ചു. ഷീജ ടിക്ടോക്കിലിടാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഓക്കാണെങ്കിൽ വെളിച്ചല്ലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക, നേരത്തെ വരണ്ടീന്ന്, നേരത്തെ വരണം. ഓള് ഒരുങ്ങാൻ തന്നെ കുറേ സമയം വേണം. ഇപ്പം ഇരുടായി പോയി. ചേച്ചിയെ ചോക്ലേറ്റ് കൊടുത്ത് കൈക്ക് പിടിച്ച് നടക്കാത്ത. അപ്പോൾ ഇങ്ങനെ പറയണേ നേരത്തെ വരണ്ടീന്ന്. ഓളെ വിളിച്ചാലും ഓക്ക് ഒരുങ്ങണമെങ്കിൽ തന്നെ 1 മണിക്കൂർ വേണം. അപ്പം നമ്മളോട് ഇങ്ങനെ പറയും, അപ്പം വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. നല്ല മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ചോട്ടെല്ലാം ഇരിക്കാൻ നല്ല സുഖം. കണ്ട നമ്മളെ നാട്ടിലത്തെ പോലെ നല്ല കളർഫുള്ള് മരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നല്ല രസമുണ്ട്. കണ്ട വെള്ളപ്പൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നല്ല രസമല്ലേ കാണാൻ? ഒരേ മരങ്ങളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ മരങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു മരമാണെങ്കിൽ നല്ല ഇങ്ങനെ പരന്ന് നിൽക്കുക, നമുക്ക് ഇരിക്കാനല്ലോ നല്ല സുഖമാണ്. അപ്പോൾ ഇതൊരുപാട് വീഡിയോ ആയിന്, ഞാൻ ഒരുപാട് കട്ടാക്കും കേട്ടോ. ഞാൻ റെക്കോർഡ് എടുക്കുന്നുണ്ട്, പക്ഷെ കട്ടാക്കാതെ ഇടാൻ പറ്റില്ല. ഒരുപാട് സമയമുണ്ട്. നിങ്ങളെന്നോട് പറയും എന്തൊരു സമയം ഇട്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ ഇത് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ കുറേ കട്ടാക്കിയിട്ടേ ഇടുള്ളൂ. സോറി കേട്ടോ. അപ്പോൾ ചേച്ചി ദാഹിച്ചിട്ട് പാവം ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പറയാണ്, ഷായി ദാഹിച്ചിട്ട് വയ്യ, ദാഹിച്ചിട്ട്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞ് പോകുന്നാൽ. അപ്പോൾ ഷീജയും വേർത്ത്, ഷീജക്കും ചൂട് ഭയങ്കര അടിച്ചാൽ കണ്ണ് ചോന്ന് പോവും. അപ്പോൾ ഓളെ കണ്ണെല്ലാം ഇങ്ങനെ ചോന്ന് ഇറങ്ങൽ തുടങ്ങി. അപ്പം ഞങ്ങൾ പിന്നെ വേഗം പോകാനായിട്ട് ഇറങ്ങി അവിടുന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുകയാണ്.
അവളൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഞാൻ പറയുകയാണ് ഈ മൊബൈൽ വെള്ളത്തിൽ വീണെല്ലാം കഴിഞ്ഞിന്ന്. ഇതൊരു വെള്ളം ചാട്ടാണ് കണ്ട. ഒരാൾ വീഡിയോ എടുത്ത് തരാണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു കേട്ടോ. കണ്ട, ഇതിങ്ങനെ മറിച്ചിട്ടില്ല. ഇവിടെയാണ് കുട്ടികളെ പിന്നെ കളിക്കുന്ന സാധനമല്ല, ഇങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കറങ്ങി കറങ്ങി ഒരു താഴെ നിൽക്കുമ്പോൾ വെള്ളം മേത്ത് വീഴും. ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഞങ്ങളതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഉണ്ടെന്ന്. ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടോ. ടിക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഇത്രയും ഇതായിട്ട് സേഫ്റ്റി ആയി വെക്കേണ്ട കാര്യമില്ലല്ലോ ഓപ്പൺ ആണെങ്കിൽ. അപ്പോൾ ഇത് ഇവിടെ അറിയുന്ന പോലെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഉള്ളിൽ കണ്ട, അതിൻ്റെ ഉള്ളിൽ കയറാൻ പിന്നെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ടിക്കറ്റ് വേണോ വേണ്ടതെന്ന്. ടാക്സി ഭാരം പറഞ്ഞു 20 റിയാലുണ്ട് ഒരാൾക്കെന്ന്. അറിയില്ല. അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പാർക്ക്? ഇഷ്ടപ്പെട്ടാൽ പറയണേ. റീജ തളർന്നു പോവുകയാണ് കേട്ടോ. ഓക്ക് ചൂടടിക്കാനേ പറ്റില്ല. കണ്ണിനായാലും എല്ലാം കൊണ്ടായാലും ഓക്ക് വിഷമം. അപ്പോൾ പറയാം വേഗം പോകാമെന്ന്. പിന്നെ ഞങ്ങൾ വേഗം പോയി, വണ്ടിയിൽ പോയി, പെട്രോൾ പമ്പ് പോയി. ആദ്യം വെള്ളം വാങ്ങിയിട്ടോ കുടിക്കാനും എല്ലായിടത്തും. ആര് പോവുകയാണോ ഇപ്പോൾ വെള്ളം എടുത്തോളൂ. നമുക്ക് ഈ ചൂടുകൊണ്ട് ഭയങ്കര ദാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹമാണ് കേട്ടോ. ചേച്ചിൻ്റെ കൂർക്കം വലി കൊണ്ട് നമുക്ക് റെക്കോർഡ് കൊടുക്കാൻ വയ്യ. ഭയങ്കര കൂർക്കം വലിയ. അപ്പോൾ ഇതെല്ലാമാണ് വിശേഷങ്ങളുള്ളത്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ കയറി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറിയില്ല നമ്മൾ. ഇത് നല്ല നല്ല ബിൽഡിങ്ങുകളുണ്ട് കണ്ട. അപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ടാക്സിക്കാരനെ വിളിച്ച് നോക്കുക എവിടെ വരേണ്ടതെന്ന്. കുട്ടികൾ ഈ തണുപ്പായാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ചൂടായതുകൊണ്ടാണ് ആരും ഇറങ്ങാത്ത. കുറേ ആളിങ്ങനെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. നടക്കാൻ നല്ല രസമുണ്ട്. നടക്കാൻ വേറെ തന്നെ ഒരു പാത ഉണ്ടാക്കി കൊടുത്തിന്. അതുകൊണ്ട് ആർക്കും ശല്യമില്ല. അല്ലെങ്കിൽ നടന്നാൽ മതി. അപ്പം ഞാൻ ഈ വെള്ളച്ചാട്ടമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന് നോക്കി നോക്ക്. കണ്ട, ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, കാണുന്നേ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്ലെയിൻ പോകുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. നടക്കല വണ്ടി ഏതോ അറ്റത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ട, അതിങ്ങനെ റൗണ്ട് അടിച്ച ഒരു കൊട്ട ഇതുപോലത്തെ വാക്കറ്റ് പോലത്തെ സാധനം കണ്ടില്ലേ. ഇഷ്ടംമാതിരി ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഇങ്ങനെ ചാടും ഓരോ മേത്തേക്ക്. നല്ല തണുത്ത വെള്ളമായിരിക്കും തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ കയറി നോക്കിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് അറിയുന്ന പോലെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ടോ എന്നൊന്ന് പറയണേ. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, കയറാൻ പറ്റാത്തതുകൊണ്ട് കയറിയിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാവട്ടെ. അപ്പോൾ ലൈവെല്ലാം വരും. ലൈവിലെല്ലാം വരിക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ട, മുഖമെല്ലാം നന്നായിട്ട് വേർത്ത് പോയി. വല്ലാത്തൊരവസ്ഥയിൽ പോയി കേട്ടോ. അത്രയും ചൂടാണ്. ചുരിദാറെല്ലാം നനഞ്ഞു പോയിട്ടുണ്ട് വേർത്തിട്ട്.
വീഡിയോ എടുക്കാനെല്ലാം എല്ലായിടത്തും പോയി ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഈ ചൂടത്തൊന്നും നടക്കില്ല. എല്ലാവർക്കും അറിയാം, പ്രവാസിയായ എല്ലാവർക്കും അറിയാം ചൂടിൻ്റെ എത്രയാണ് ഡിഗ്രി ഓടുന്നതെന്ന്. അത്രയും ചൂടാണ് കേട്ടോ. ഇപ്പോൾ ടീ ടൈം കേട്ടോ. ഇവിടുന്ന് ചായ വേണമെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ കുടിച്ചിട്ടില്ല, ഞങ്ങൾ പുറത്തുനിന്നാണ് കുടിച്ചേട്ടാ. അപ്പോൾ ഓലത്തൊന്ന് എടുത്തതാ. ഓല കട